കുറച്ച് കരട്ടി നമ്മൾ ചൂടിട്ട് പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2 വരാലും കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് വെട്ടി കറി വയ്ക്കുകയും വറക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, കരട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പല പേരുകളാണ് കരട്ടി. പാസ്വേഡൊക്കെ പല പല പേരുകളാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവനെ ചിലത് പല പല വരാൽ ഞൊട്ട എന്നൊക്കെ പറയുന്നത്. പോകുന്നു. അപ്പോൾ നമുക്കൊന്ന് കട്ടിങ് വേണം. ഓക്കെ, ഇങ്ങനെ ജീവനോടെ കൊല്ലണമെന്നുള്ള ഇതാണ്. അതിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് വൃത്തിയാക്കണ്ടായി. അപ്പം നമുക്ക് അപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം നല്ലപോലെ ഉളുമ്പുള്ള സാധനമാണ്. വരാലായാലും നമ്മുടെ കരട്ടിയാണ് ആ ബസ്. കല്ലേമുട്ടി, കൈതക്കോര എന്നൊക്കെ പറയും. നല്ല ഗുണമുള്ള സാധനമാണ് ഇതൊക്കെ. ഇതിന് വൃത്തിയാക്കിയിരുന്നൊരു താമസമേ ഉള്ളൂ. മുട്ട ഉണ്ട് പീസാണ്. അതിന് മുട്ട നമ്മൾ കളയില്ല, നിങ്ങളിട്ട് കറി വെക്കത്തുള്ളൂ. നമ്മൾ നമ്മളെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ ഇത്രയും വെട്ടിയിട്ടുണ്ട്. ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി വരാനുണ്ട്. ചെറുതാണ്, പെട്ടെന്ന് ഇവിടെ ക്ലീൻ ചെയ്യണം. ഫ്രോഗ് ചെയ്യുന്നുണ്ട്. വേണ്ട, ഇച്ചിരി ടൈറ്റായി എടുക്കാൻ പറ്റാതെ ഒരു കട്ടി കൊടുത്ത് നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ വിട്ടിട്ടെ. സസൂക്ഷ്മം വരാലിനെ കശാപ്പ് ചെയ്യുന്ന കശാപ്പുകാരനെ കണ്ടോ ഗൈസ്? ഉണ്ടാക്കി കയറി
കേസ് ഇത്രയുള്ള കേസ് നമ്മുടെ വരാലിൻ്റെ തോലിരിക്കുന്നല്ലേ ഒരു കേസാണ്. ഒരു കോട്ടൺ തുണി കയ്യിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിരിച്ചെടുക്കാം. ഉള്ളിലുള്ള മുറിവൊക്കെ ഉണങ്ങാൻ പെട്ടെന്ന്, പക്ഷെ അന്നേരം നമ്മൾ തോല് കളയാൻ പാടില്ല. ഇങ്ങനെ ചിരമ്പി ഇട്ടവനെ എടുക്കാം. ഇത് വരാലിനെ വെട്ടാൻ 5 സെക്കൻഡ് മതിയോ? ചെറുതല്ലാണ് പെട്ടെന്ന് പറ്റിയത്. വലുതാണ് ഇത്തിരി റിസ്ക്കാണ്, എന്നാലും നമ്മുടെ വളരെ വൃത്തിയാകും. താങ്കൾക്ക് ഈ വരാലിൻ്റെ ഫാമിലി അറിയാമോ? വരാലിനെ അറിയാമോ? പാവം കുഞ്ഞായിരുന്നത്. അങ്ങനെ അതിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഫിനിഷാക്കിയോ? മാറ്റട്ടെ വീഡിയോ. നമ്മളിങ്ങനെ വര എടുക്കണേ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇല്ല എടുക്കില്ലേ, അത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് വരാലെടുക്കണ്ട, അതിൻ്റെ തോല് കളഞ്ഞില്ല. നമുക്കൊന്ന് മിനിക്ക് വൃത്തിയാക്കി വരച്ച് പിരിച്ചൊക്കെ എടുക്കാം. തേച്ച് വരച്ചെടുത്തേക്കാണ് ഗൈസ്. ഇനി നമുക്കിതിനകത്ത് ഇച്ചിരി നാരങ്ങ, ഇനിയെല്ലാം ഉളുമ്പോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് ഇച്ചിരി നമ്മൾ തുളുമ്പോ വല്ലതൊക്കെ ഉണ്ടെങ്കിലേ പോകാൻ വേണ്ടി നമ്മളൊരു നാരങ്ങ ഉപയോഗിക്കും. ഉളുമ്പ് ശരം ഉണ്ടെങ്കിൽ അത് പൊക്കോളതൊക്കെ നാരങ്ങ പിഴിയാം. നല്ല വെയിറ്റ് അത് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് വെച്ച് അതിൻ്റെ ഉളുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കി പൊക്കോളും. നമ്മൾ ഉളുമ്പ് പോകാൻ വേണ്ടി നാരങ്ങ ചേർക്കും. നാരങ്ങ ചേർത്ത് നല്ലപോലെ പിടി പിടിക്കും. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ വലുതായിട്ടൊന്നും ഉറയ്ക്കാൻ നിന്നില്ല. ഇപ്പം നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത് ഒരു 10-12 കഴുകി കാണും. ഇപ്പം നാരങ്ങയൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായി നല്ല ഇതിൻ്റെ ഉളുമ്പും ആ ചേറിൻ്റെ മണമൊക്കെ ഉണ്ടാ നല്ല വൃത്തിയായിട്ടാ കേട്ടാ. കിട്ടു പോലെ ഇരിക്കണ്ട. പിന്നെ ഉളുമ്പും കിളുമ്പും എല്ലാം പോകാൻ വേണ്ടി നമ്മൾ നാരങ്ങ ചേറിൻ്റെ സ്മെല്ലൊക്കെ ഞാൻ പൊക്കോളും. അല്ല ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കുന്ന വീഡിയോ കഴിഞ്ഞ് വരാൻ നമുക്ക് അടുത്ത നമ്മളിങ്ങനെ കറി വെക്കാനും വറക്കാൻ പോവുകയാണ്.